This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അരവഞ്ചാൽ ഏരിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗം രാധാ വികാസ് സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ബിജു മുടമ്പള്ളി ഏരിയ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. വെളിച്ചന്തോട് CDO ജോയ്സി രാജു അയൽക്കൂട്ടങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കാസർഗോഡ് മേഖലാ പ്രോഗ്രാം ഓഫീസർ നളിനാക്ഷൻ BV അയൽക്കൂട്ടത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ശ്രീധരൻ KV നന്ദി രേഖപ്പെടുത്തി. നിരവധി അംഗങ്ങൾ ഏരിയ മീറ്റിംഗിൽ പങ്കെടുത്തു. അയൽക്കൂട്ടം യൂണിറ്റ് തലത്തിൽ ശരിയാക്കുന്നത്, പുതിയ അയൽക്കൂട്ടം രൂപീകരിക്കാൻ, പിന്നെ ദിനാഘോഷങ്ങളിൽ അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ, വിവിധ അംഗങ്ങളില്ലാത്ത അയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങളെ കൂട്ടിച്ചേർക്കൽ, പിന്നെ ബോധവൽക്കരണ ക്ലാസുകൾ, കുടുംബ സംഗമം, ആരോഗ്യ ക്യാമ്പ് ഇതെല്ലാം യൂണിറ്റുകളിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് ഈ ദിവസത്തിന് ഒരു പുതുമയില്ല. അതുകൊണ്ടാണ് ദിവസമല്ല ജീവിതത്തിന് പുതുമ കൊടുക്കുന്നത്, മറിച്ച് ജീവിതമാണ് ദിവസത്തിന് പുതുമ നൽകുന്നത്. നമ്മൾ ഈ ഒരു ഏരിയ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വളർച്ചയെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നു, കോട്ടകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നു, നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു. നമ്മളെല്ലാവരും എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഏറ്റവും നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജാണ്. അതിന്റെ മലയാളം എങ്ങനെയാണ്? നമ്മളെല്ലാവരും പാറ പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? പാറ പൊട്ടിക്കുമ്പോൾ പാറ പൊട്ടിക്കുന്ന ആള് ഹാമർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൂടം ചുറ്റിക ഉപയോഗിച്ച് കുറേ പ്രാവശ്യം ഈ പാറക്കിട്ട് ഇങ്ങനെ അടിക്കും. കുറേ അടികൾക്ക് ശേഷം അവസാനമാണ് ഈ പാറ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് പൊട്ടിപ്പൊളരുന്നത്. അപ്പോൾ ആദ്യം അടിച്ച ഈ അവസാനത്തെ ഒരു അടിയിലാണ് പാറ പൊളരുന്നത്. അപ്പൊ ആദ്യം മുതൽ അടിച്ച അടികളൊക്കെ വേസ്റ്റ് ആണോ? അല്ല, ആ അടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അവസാനം ഈ പാറ പൊളരുന്നത്. നമ്മുടെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ ഇവിടെ വിലയിരുത്തി അത് നമ്മുടെ മുമ്പിൽ റിപ്പോർട്ടായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഒട്ടനവധി കഴിഞ്ഞ ഒരു വർഷക്കാലം ചെറുതും വലുതുമായ ഒട്ടനവധി ഉപയോഗപ്രദമായ അർത്ഥപൂർണമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അതിന്റെ എല്ലാം ആകത്തുകയാണ് നമ്മുടെ വിജയം. ഈ പാറ അവസാനം പൊട്ടിപ്പൊളിരുന്നത് പോലെ ആദ്യത്തെ അടികളൊന്നും വേസ്റ്റ് അല്ല. അതുകൊണ്ട് പണ്ട് ഒരാളോട് ഒരു ബൈക്ക് വിൽക്കാൻ നേരം ഒരാൾ ചോദിച്ചു, പഴയ ബൈക്കാണ്, ഒറ്റയടിക്ക് സ്റ്റാർട്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും, പക്ഷെ എത്രാമത്തെ അടിക്കാണ് ഇത് സ്റ്റാർട്ടാവുന്ന ഒരടി വരുന്നതെന്ന് അറിയത്തില്ല. കാരണം കുറേ അടിക്ക് ശേഷമാണ് ഈ ബൈക്ക് സ്റ്റാർട്ടാവുന്നത്. എന്താണെങ്കിലും ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പാറ പൊട്ടിക്കുന്ന കാര്യം നമ്മൾ ഓരോ പ്രാവശ്യം അടിക്കുന്ന അടിയും വേസ്റ്റ് അല്ല, ഓരോ പ്രാവശ്യം കൂടുന്ന മീറ്റിങ്ങുകൾ വേസ്റ്റ് അല്ല, ഓരോ പ്രാവശ്യം കിട്ടുന്ന നമ്മുടെ വിലയിരുത്തലും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹകരണവും നമ്മുടെ പ്രവർത്തനങ്ങളും ഇതൊന്നും വേസ്റ്റ് അല്ല. കാരണം അതെല്ലാം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയാം. പുതിയ വർഷത്തിലും ഈ അരവഞ്ചാൽ ഏരിയയിൽ ഒരുപാട് നല്ല പരിപാടികൾ വരട്ടെ. ശ്രേയസിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നിങ്ങളുടെ പങ്കാളിത്തത്തിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും അനുഭവത്തോടെ പുതിയ വർഷത്തിൽ എല്ലാ പ്രവർത്തന മികവും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടെ ഈ ഏരിയ മീറ്റിംഗ് ഒരു ഗ്യാതറിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എന്നിട്ടും വെള്ളം ഘട്ടഘട്ടമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഇരുത്തും. നീർക്കുഴികൾ അല്ലെ, വെള്ളപ്പാറയിൽ നീർക്കുഴികൾ അല്ലെ. അപ്പൊ മഴവെള്ളത്തെ, ഒഴിച്ചു പോകുന്ന മഴവെള്ളത്തെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി അയൽക്കൂട്ടത്തിലേക്ക് നടക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ അരവഞ്ചാലിന്റെ കുന്നും മലയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ജീവിക്കുന്നത്. ഇവിടെ കേട്ടോ സാബു, ഇവിടെ ഉരുൾപൊട്ടൂല, ഇവിടെ എനിക്ക് എത്ര മഴ വന്നാലും എന്നെ ബാധിക്കൂല, ഒരു ചിന്തയും വേണ്ട. കാരണം കേരളത്തിന്റെ വടക്കേ അതിരേതാ? ഈ രാഷ്ട്രീയ പാർട്ടി ജാഥ നോക്കുമ്പോ എഴുതി നോക്കുന്നതാണെന്നല്ലേ, മഞ്ചേശ്വരം മുതൽ പാഠശാല വരെ അതിർത്തി എത്ര കിലോമീറ്റർ ഉണ്ടറിയോ?
ആരാ പറഞ്ഞു? ആ 500 625 കിലോമീറ്റർ. ഇവിടുന്ന് പുളിങ്ങം ഫോറസ്റ്റിലേക്ക് എത്ര കിലോമീറ്റർ? 20. അരവഞ്ചാലത്ത് കടൽ കാണാൻ പോകാൻ എത്ര കിലോമീറ്റർ? 70 അല്ലേ? കേരളം 25. എല്ലാ നദികളും പോയി പതിക്കുന്ന സ്ഥലമാണ് അറബിക്കടൽ. അതായത് പുളിങ്ങോ ഫോറസ്റ്റിന് ഒരു വെള്ളം പൊട്ടിക്ക് പോയി കഴിഞ്ഞാൽ 25 കിലോമീറ്ററുള്ളിൽ ഉള്ളിൽ കേരളത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് തകരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ നല്ല സേഫ്റ്റി സോണിലല്ല ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കും. അതിന് നമുക്ക് അയൽക്കൂട്ടം വിചാരിച്ചാൽ നടക്കും. എല്ലാവരും തീരുമാനിക്കുന്നത് പ്ലാസ്റ്റിക് കത്തിക്കൂല. കത്തിക്കുന്നുണ്ടോ? ഇല്ല. ഈ മോളിൽ നിങ്ങള് മഴയത്ത് കുടയെടുക്കാറുണ്ട്, വെയിലത്ത് കുടയെടുക്കാറുണ്ട് അല്ലേ? ഇല്ലേ? നല്ല മഴ പെയ്യുമ്പോ ദ്വാരമില്ല കുടയെടുത്ത് നമുക്ക് എന്ത് സംഭവിക്കും? വെള്ളം തളർന്നു. നല്ല ചൂടിന്റെ സമയത്ത് ദ്വാരമില്ല കുടയെടുത്താൽ എന്ത് സംഭവിക്കും? ഈ സംഭവം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓസോൺ പാളിക്ക് വിള്ളൽ വരും, കാലാവസ്ഥ വ്യതിയാനം വരും, രോഗത്തിന് അടിമകളാവുന്നു. കാലാവസ്ഥ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.